തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഇളക്കുന്ന പാട്ട് പാടിയാൽ അവർ അനങ്ങത്തില്ല. അവർ വടി പോലെ നിന്നില്ല, വാശി കെട്ടി നീ ഇന്ന് പാടിക്കൂ, ഞാൻ അനങ്ങാൻ പോകുന്നില്ല എന്നതിന് നിൽക്കും. എന്നാൽ ഈ വടി പോലെ നിന്നവരെല്ലാം കുട പോലെ നിവർന്നു പോകുന്ന സംഭവം കണ്ട ചില പാട്ടുകൾ നിങ്ങളൊക്കെ പാടുന്നത് കാണപ്പെടുക. ഈ തിരുവനന്തപുരത്തെ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചു. ആൾക്കാരെയൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എത്ര കാലം നിൽക്കുമെന്ന് നമുക്കറിയില്ല, നമ്മൾ അത്രയും കാലം ജീവിച്ചിരിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. ബിബിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തിൽ? സിനിമയിലും കുറച്ച് അടിപൊളി പാട്ടുകളാണ് കൂടുതലും പാടിക്കണത്. അപ്പൊ ആ ഒരു ട്രെൻഡ് മാറി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പോലത്തെ ചെറിയ കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കൂടുതലും അടിപൊളി പാട്ടാണ് സ്റ്റേജിൽ പാടുന്നത്. പക്ഷെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലും വീട്ടിലും കേൾക്കുന്നതൊക്കെ എല്ലാം പഴയ പാട്ടുകളല്ലേ. തീർച്ചയായിട്ടും അപ്പച്ചൻ ഗായകനാണ്. അപ്പോൾ പുള്ളിയുടെ അർജുന മാഷിൻ്റെ ശിഷ്യയാണ് അപ്പച്ചൻ. അപ്പോൾ അങ്ങനത്തെ പാട്ടുകളും റഫി സാബിൻ്റെ പാട്ടുകളും അങ്ങനത്തെ പാട്ടുകൾ നമ്മളും കൂടുതലും വീട്ടിൽ കേൾക്കുന്ന അങ്ങനത്തെ പാട്ടുകളാണ്. പിന്നെ പാട്ട് പാടിയില്ലേ? ഷുവറായിട്ടും ജൂനിയർ എ ആർ റഹ്മാനായി ഗുരു. നമ്മൾ കൂടുതലും കേൾക്കുന്നതും ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം കേൾക്കുന്നതും പഴയ പാട്ടുകളാണ്. പിന്നെ നമ്മൾ പഠിച്ചോ? പാട്ട് പഠിച്ചിരുന്നോ? ഞാൻ കുറച്ച് ചെറുപ്പത്തിലൊക്കെ, പിന്നെ പ്രോഗ്രാമിലൊക്കെ ഇറങ്ങി പിന്നെ അതിനുള്ള സമയം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിപ്പോ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്ഥലത്ത് വേദികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് പല ടൈപ്പ് പാട്ടും പാടേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഡിമാൻഡ് ഒക്കെ എങ്ങനെയാ? രണ്ടുകൊണ്ടെങ്കിലും നമ്മളെ കാണാൻ ട്രെൻഡ് മാറുന്നുണ്ടോ? ഇപ്പൊ ഒരു ട്രെൻഡ് മാറി നമ്മൾ അതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ട്രെൻഡ് മാറി മാറി വരും. ഇപ്പൊ കൂടുതലും റാപ്പിന്റെ ട്രെൻഡാണല്ലോ ഇപ്പൊ. എങ്കിലും സംഗീതം ഇപ്പൊ എനിക്കിഷ്ടപ്പെടുന്ന പാട്ട് സാറിന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എല്ലാ വെല്ലുവിളി കൊടുത്താലോ? ഒരു അടിപൊളി പാട്ട് തിരി പാടിയല്ലോ. യെസ്. ഞാനപ്പോ ആദ്യമായിട്ട് സിനിമയിൽ പാടിയ ജാസിഫ് സാറിന്റെ ഒരു റാപ്പ് സോങ്ങിന്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു 4 വരി പാടാം. Give me rock, give me roll, let me make my lover rock on. Give me life, I will life, let me make my lover rock on. You gotta beat me tonight to your mind. Round my corner, commerce for do you to your mind. Wanna man like me is said fine. Wanna know is gonna be fine. Yay, bomma, bomma, kutilita cheru bomma. ബൊമ്മ ബൊമ്മ ഫ്ലക്കണിഞ്ഞ കുട്ടി ബൊമ്മ, വളച്ച് പ്രേമിച്ച് നടക്കണ ചെറുക്കൻ, തനിക്ക് താനിട്ട് വളർത്തണ പാര, തടിച്ച പുളുങ്കൊമ്പിൽ അവളങ്ങ് മുങ്ങും, കൊടിച്ചു കുത്താടി അവനങ്ങ് പൊങ്ങും. ഓ ബൊമ്മ ബൊമ്മ കുട്ടിലിട്ട ചെറു ബൊമ്മ, ബൊമ്മ ബൊമ്മ ഫ്ലക്കണിഞ്ഞ കുട്ടി ബൊമ്മ. Wanna live in a tension, wanna be connection, ബൊമ്മ. ഓക്കെ ഓക്കെ, സൂപ്പറായി. ഒരു അഭിപ്രായം പറഞ്ഞേ. ചെറുതായിട്ടൊരു ഞെട്ടലിരുന്നു. ഇപ്പൊ കേൾക്കാൻ ഇഷ്ടമായിരിക്കും, ഇഷ്ടമാണ്. ഇത് 2 പ്രാവശ്യം കേൾക്കുമ്പോ മതിയാവും. അങ്ങനെയല്ലേ? ചോദിച്ചോ, 2-3 പ്രാവശ്യം കേൾക്കുമ്പോ മതിയാവും. പഴയ അതനുസരിച്ച് കുറെ തവണ കേൾപ്പിച്ചു അദ്ദേഹം പലയിടങ്ങളിലായിട്ട്. എഴുതിയത് കൈതപ്രസാറാണ്. കൈതപ്രാണ് എഴുതിയത്, മലയാളം എഴുതിയത്. 2 പ്രാവശ്യം കേൾക്കുമ്പോ ശരിയാവും. ഇപ്പൊ കേട്ട പാട്ട് 2-3 ഇംഗ്ലീഷ് അല്ല, എന്റെ മലയാളം കൈതപ്ര എഴുതിയത്. ഇത് കഴിയുമ്പോ രാജീവിന്റെ സംശയം കൈതപ്രത്തിന് പഴയ പാട്ട് എഴുതാൻ പറ്റുന്നു. അല്ല, അതല്ല, ഇതൊന്നും മോശമല്ല കേട്ടോ. അതിനെ ഒന്നും നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നൊരു സാധ്യതയാണ്. ആ സാധ്യതയിലൂടെയാണ് വലിയ പാട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മഹാകവിതകൾ വായിച്ചിട്ടൊന്നും അല്ല ഇവിടുത്തെ സാധാരണക്കാർ അവരുടെ പ്രണയവും വിരഹവും വേവലാതിയും ഒന്നും പങ്കുവെച്ചത്. അതൊക്കെ ഈ പാട്ടുകളിലൂടെയാണ്. അപ്പോൾ ആ സാധ്യത ഉപയോഗിച്ച് സിനിമയ്ക്ക് അപ്പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നമുക്ക് ഈ പാട്ട്, ഈ രംഗം ഉപയോഗിക്കണം. അതുകൂടി ഒരു വലിയ കാര്യമാണ്. എത്ര നല്ല പാട്ട്, സ്പീഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല ഘടനയുള്ള പാട്ടാണെങ്കിൽ അത് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഘടനയില്ലാണ്ട് കമ്പോസ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എഴുതുമ്പോഴാണ് ആളുകൾ വെറുക്കുന്നത് ആ പാട്ടിന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ഘടനയുണ്ട്, അതാ വേണ്ടത്. ടൈം സിഗ്നേച്ചർ താളം എന്ന് പറയുന്നത് സംഗീതത്തിന്റെ ഭാഗമാണ്. അപ്പൊ സ്പീഡായിട്ടുള്ള സ്പീഡ് കൂടുന്ന നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹ്യൂമൻ നേച്ചർ അങ്ങനെ നമ്മൾ കൈ കൊട്ടി പോകുന്നതാണ്. അല്ലാണ്ട് മെലഡീസിന് മാത്രം ഭംഗി അതല്ല. മാത്രമല്ല, ജാസി ചേട്ടൻ പറയുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ലൈക്ക് യുനോ, മെലഡീസ് ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ആസ് എ പാട്ടുകാരി സ്റ്റേജിൽ കയറി എന്നിട്ട് ആ ഫാസ്റ്റ് പാട്ട് പാടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേൾക്കുമ്പോ മറ്റേതാണ് എളുപ്പം തോന്നുന്നത്. ഒരു കാര്യം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.